തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തെത്തും. 6:30 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്? ചടങ്ങുകൾ എന്തൊക്കെയാണ്? ധന്യ, സന്നിധാനത്ത് 5 മണിയോടെ നട തുറന്നു കഴിഞ്ഞിരിക്കുന്നു. 5:15 ഇവിടെ നിന്നുള്ള ദേവസ്വം സംഘം ശരംകുത്തിയിലേക്ക് പുറപ്പെടും. ശരംകുത്തിയിൽ വെച്ചാണ് തങ്ക അങ്കി ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് ആഘോഷമായി ശരംകുത്തിയിൽ നിന്നും ഘോഷയാത്രയായി തങ്ക അങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരും. 6:15 സന്നിധാനത്തേക്ക് തങ്കഅങ്കി എത്തിക്കും എന്നാണ് കരുതുന്നത്. തുടർന്ന് ഇവിടെ വെച്ച് ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും അടങ്ങുന്നവർ തങ്കഅങ്കി ഏറ്റുവാങ്ങും. 6:30 തങ്കഅങ്കി അണിയിച്ചുകൊണ്ടുള്ള മഹാദീപാരാധന നടക്കും. ഇതാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. വലിയ ആഘോഷം തന്നെയാണ്. കാരണം മണ്ഡലം 41 നാളെയാണ് മണ്ഡലപൂജ. സാധാരണ നടക്കുന്ന ഉച്ചപൂജ തന്നെയാണ് മണ്ഡലപൂജ എന്ന പേരിൽ പറയപ്പെടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തങ്കയങ്കി ചാർത്തിയാണ് ഈ പൂജ എന്നതുകൊണ്ടാണ് അതിന്റെ വൈശിഷ്ട്യം വിശ്വാസികൾക്കിടയിൽ കൂടുതലായിട്ട് ഉള്ളത്. 12:30ക്കും 1 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് നാളെ ഉച്ചപൂജ. ഇതാണ് മണ്ഡലപൂജ. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ നട തുറന്ന് ഇതുവരേക്കും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. തങ്കഅങ്കി ക്ഷേത്രത്തിലെത്തി മഹാദീപാരാധന നടത്തിയതിനു ശേഷമാണ് അയ്യപ്പന്മാർക്ക് സന്നിധാനത്ത് 18ാം പടി ചവിട്ടാൻ സാധിക്കുക. അതുപോലെ തന്നെ പമ്പയിലും ഇപ്പോൾ അയ്യപ്പന്മാരെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല. പമ്പയിൽ ശരംകുത്തിയിൽ നിന്നും തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ടതിനു ശേഷം മാത്രമേ അവിടെ നിന്നും പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുകയുള്ളൂ. രാവിലെ ഈ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് വരേക്കും 40,000-ത്തിലധികം അയ്യപ്പന്മാരാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇന്ന് ആകെ 81,000-ത്തിലധികം പേർ എത്തുമെന്നാണ് വെർച്വൽ ക്യൂ കണക്കുകൾ പറയുന്നത്. പക്ഷേ ഈ ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 5 വരെ പമ്പയിലെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇനിയുള്ള സമയത്ത് തിരക്ക് വളരെയധികം വർദ്ധിക്കും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നാളെ ഒരു ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നാളെ ഉച്ചയ്ക്ക് ശേഷം നെയ്യഭിഷേകത്തിന് കഴിയുകയുമില്ല. അതുകൊണ്ട് എത്താനുള്ള പരമാവധി അയ്യപ്പന്മാർ ഇന്ന് വൈകുന്നേരം രാത്രിയോടെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നാളെ 41,000 പേര് മാത്രമാണ് നാളേക്ക് ബുക്ക് ചെയ്തിട്ടുള്ളതെന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. എന്തായാലും മണ്ഡല ഈ മാസം അവസാനിക്കുന്നതിന്റെ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ അവസാന ഘട്ടത്തിലാണ്. വാദ്യമേളക്കാരെല്ലാം തന്നെ അവിടെ തയ്യാറെടുത്തു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ 5:15 കൊടിമര ചുവട്ടിൽ നിന്നും തന്ത്രിയുടെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ ദേവസ്വം പ്രതിനിധികൾ ശരംകുത്തിയിലേക്ക് യാത്രയാകും. ശരംകുത്തിയിൽ നിന്നും തങ്കഅങ്കി ഘോഷയാത്രയായി തങ്കഅങ്കി ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് കൊണ്ടുവരും. ധന്യ, അനുമോദ്, ഈ ഭക്തരുടെ കാര്യം പറഞ്ഞല്ലോ. ഇന്നിപ്പം ഭക്തരുടെ എണ്ണം കൂടാനാണോ സാധ്യത? ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പമ്പയിൽ നിന്ന് കടത്തിവിടുന്നതിൽ നിയന്ത്രണമുണ്ടോ? എങ്ങനെയാണ്? ധന്യ, ഇന്നും നാളെയും പരമാവധി ഭക്തന്മാർ എത്തിച്ചേരും എന്നായിരുന്നു കണക്കൂട്ടൽ. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ് നടപ്പന്തലിൽ ഒരു വരിയിലൂടെ മാത്രം അയ്യപ്പന്മാർ സുഗമമായി നടന്നു വരുന്നതിന്റെ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഉച്ചയ്ക്കും അതേ അവസ്ഥയായിരുന്നു. അതായത് കണക്ക് കൂട്ടിയ അത്ര അയ്യപ്പന്മാർ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ 81,000-ത്തോളം പേരെ ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് 1:30 നടയടയ്ക്കുന്നവരേക്കും 40,993 അയ്യപ്പന്മാർ മാത്രമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള സമയം, അതായത് 12 മുതൽ 5 വരെ പമ്പയിൽ ഉണ്ടായിരുന്ന നിയന്ത്രണം അവിടെ അയ്യപ്പന്മാർക്ക് വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നിയന്ത്രണമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മണിക്കൂറുകളിൽ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ ഒഴുക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അതോടൊപ്പം തന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം വരുന്നവർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. കാരണം നാളെ രാത്രി നട അടയ്ക്കുകയാണ് മണ്ഡലപൂജ കഴിഞ്ഞ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് മുൻപായി ഇവിടെ എത്തി നെയ്യഭിഷേകം കഴിഞ്ഞ് മടങ്ങാനുള്ള ഒരു അയ്യപ്പന്മാരുടെ ഒരു പദ്ധതി അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇന്ന് രാത്രി പരമാവധി വരാൻ ഉദ്ദേശിച്ചവർ ഇന്ന് രാത്രി പരമാവധി എത്തിച്ചേരുമെന്ന് തന്നെ വേണം കരുതാൻ. പക്ഷേ അപ്പോൾ പോലും 2 ദിവസം ഈ ക്രിസ്മസ് അവധിയൊക്കെ തുടങ്ങിയിട്ട് പോലും വലിയ ഒരു ഒഴുക്ക്, വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. സന്നിധാനത്ത് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വലിയ തോതിലൊരു ബുദ്ധിമുട്ട്, അതായത് ആളുകൾ കൂട്ടം കൂടുന്നതിന്റെ ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. വരുന്നവർക്കെല്ലാം തന്നെ സുഗമമായി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്.
തുടരുന്ന ശരി, നന്ദി അനുമോദ്. തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തെത്തും. പവിത്രമായ ശരംകുത്തിയിൽ സ്വീകരിക്കുകയാണ്. പവിത്രമായ തങ്കയങ്കി ഘോഷയാത്രയെ 18ാം പടിയിൽ സ്വീകരിക്കുന്നു. തങ്കയങ്കി യാത്രി ഭഗവാൻ അയ്യപ്പ സ്വാമിക്ക് ഇന്ന് ദീപാരാധന. തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തെത്തും. 6:30 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും.